എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പോ പറഞ്ഞത് മാളി മുദാരി, അതിലെ ഗായിബായ 6 പദങ്ങൾ. ആ ഗായിബായ 6 പദങ്ങളിൽ നിന്നും ആദ്യത്തെ 3 പദങ്ങൾ മുദക്കറും ശേഷമുള്ള 3 പദങ്ങൾ മുഅന്നസും. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ബോക്സിൽ കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ 3 പദങ്ങൾ മാളിയിലെ ഗായിബായ 6 പദങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഗായിബായ 6 പദങ്ങൾ. ഇതിൽ കാണുന്ന ഈ ആദ്യത്തെ 3 പദങ്ങൾ അതെന്താണ്? മുദക്കർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കള്ളി. അടുത്ത ശേഷമുള്ള 3 പദങ്ങൾ അതെന്താണ്? മുഅന്നസ് എന്നിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, സ്ത്രീലിംഗം. അത് നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നു ശേഷമുള്ള 6 പദങ്ങൾ അതെല്ലാം എന്താണ്? മുഖാത്തബാണ്. അൽ മുഖാത്തബ്, മുമ്പിലുള്ളവർ, നമ്മൾ നീ നീ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് അവർ. അപ്പോ അതിനെ ഒരു ഗായിബായ മാദിയെ മുദക്കറിനെ എങ്ങനെ നമുക്ക് മുഖാത്തബാക്കാം? അവസാനത്തിൽ ഒരു സുക്കൂനുള്ള താഴ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കതബ എന്നത് ഗായിബിനെ മുഖാത്തബാക്കാൻ കതബത, അതിനെ മുസന്നയാക്കാൻ, ആ മുദക്കറിനെ നേരെ മുസന്നയാക്കാൻ കതബതുമാ, ജംആക്കാൻ കതബതും. ഇപ്പൊ എന്തായി? മുഖാത്തബിലെ മുദക്കറിന്റെ 3 രൂപങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കതബത, കതബതുമാ, കതബതും. മറ്റൊന്ന് ജലസ്ത, ജലസ്തുമാ, ജലസ്തും. ഖറഅത, ഖറഅതുമാ, ഖറഅതും. തഅല്ലംത, തഅല്ലംതുമാ, തഅല്ലംതും. ഖളായാണ് മാദിയെങ്കിലോ ഖളൈത, ഖളൈതുമാ, ഖളൈതും. സ്വല്ല, സ്വല്ല എന്ന മാദിയാണെങ്കിൽ സ്വല്ലൈത, സ്വല്ലൈതുമാ, സ്വല്ലൈതും. ഇങ്ങനെ വരും. ഇനി ഈ മുഖാത്തബിന്റെ പദത്തിലുള്ള മുഫ്രദ് മുഅന്നസ്, അതായത് നീ ഒരു സ്ത്രീ ചെയ്തു എന്നർത്ഥം വരുന്നതാണെങ്കിൽ ത എന്നതിനെ തീ ആക്കി കൊടുത്താൽ മതി. അപ്പൊ കതബയാണെങ്കിൽ കതബ്തി, സ്വല്ല, സ്വല്ലൈതി, ദഹബ, ദഹബ്തി, ജലസ, ജലസ്തി. ഇങ്ങനെ വരും. അപ്പൊ കതബ്തി അതിനെ മുസന്നയാക്കാൻ തുമാ ചേർത്താൽ കതബ്തുമാ, ജലസ്തുമാ, ദഹബ്തുമാ, സ്വല്ലൈതുമാ. ജംആക്കുമ്പോ തുന്നയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തുന്ന. കതബയാകണമെങ്കിൽ കതബ്തുന്ന, ജലസ, ജലസ്തുന്ന, ദഹബ, ദഹബ്തുന്ന, ഖളാ, ഖളൈതുന്ന, സ്വല്ല, സ്വല്ലൈതുന്ന, തഅല്ലമ, തഅല്ലംതുന്ന. ഓക്കെ, ഇവിടെ അവസാനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നോക്കണം. മുദക്കറാണെങ്കിൽ മുഫ്രദ് ത, മുസന്ന തുമാ, ജംഅ് തും. ഇതാണ് അവസാനത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. മുഅന്നസ് ആണെങ്കിൽ തി, മുസന്ന തുമാ, ജംഅ് തുന്ന. അപ്പോ ത, തുമ, തും, തി, തുമ, തുന്ന. ഇതാണ് ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ ആ വീഡിയോയുടെ ടൈം കഴിഞ്ഞത് കൊണ്ട് സ്റ്റോപ്പ് ആയതാണ്. ത, തുമ, തും, തി, തുമ, തുന്ന. ഇതങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ. മുഖാത്തബിന്റെ പദം, മാദിയിലെ മുഖാത്തബിന്റെ പദങ്ങളിൽ വരുന്ന വ്യത്യാസം, അവസാനത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ. മുദക്കറിലെ മുഫ്രദ് ആണെങ്കിൽ ത, മുദക്കറിലെ മുസന്നയാണെങ്കിൽ തുമ, ജംഅ ആണെങ്കിൽ തും. പിന്നെ മുഅന്നസിലെ മുഫ്രദ് ആണെങ്കിൽ തി, മുഅന്നസിലെ മുഫ്രദ് ആണെങ്കിൽ അവസാനത്തിൽ വേണ്ടത് തി, മുസന്നയാണെങ്കിൽ തുമ, ജംഅ ആണെങ്കിൽ തുന്ന. തുമ്മല്ല, തുന്ന. അതാണ് പറഞ്ഞത് മുഖാത്തബിന്റെ പദങ്ങളിൽ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾ. ത, തുമ, തും, തി, തുമ, തുന്ന. ഇങ്ങനെയാണ്. ഇനി മുത്തക്കല്ലിമിന്റെ പദം ഇതാണ് അവസാനത്തില് സ്ക്രീനിൽ കാണുന്നത്. മുത്തക്കല്ലിമിന്റെ പദം അല്ലേ? കതബ മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിൽ കതബ്തു എന്നാകും. തു, ഞാൻ എഴുതി. ജലസ്തു, ഞാൻ ഇരുന്നു. ദഹബ്തു, ഞാൻ പോയി. തഅല്ലംതു, ഞാൻ പഠിച്ചു. സ്വല്ലൈതു, ഖളൈതു. അങ്ങനെ വരും. അതിലെ മുസന്ന ജംഅ്, രണ്ടു പേരെ കുറിച്ച് പറയാണ്, സ്വന്തം പറയാണ്. 2 പേർ അവരെ കുറിച്ച് പറയാണ്. അല്ലെങ്കിൽ
രണ്ടിൽ കൂടുതൽ ആളുകൾ അവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഞങ്ങൾ, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ രൂപത്തിൽ പറയും. അപ്പൊ പറയുമ്പോൾ എങ്ങനെ പറയണം? ഞങ്ങൾ എഴുതി, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ പോയി എന്നൊക്കെ പറയണമെങ്കിൽ നാ എന്ന് ചേർക്കണം. അവസാനത്തിൽ നാ എന്ന് ചേർക്കണം. നീട്ടാനുള്ള, നീട്ടിക്കൊണ്ടുള്ള നാ. അപ്പൊ കെത്തബയാണെങ്കിൽ കെത്തബിന, ജലസ ജലസ്ന, ദഹബ ദഹബന, തഅല്ലമ തഅല്ലംന, ഖറഅ ഖറഅന. അങ്ങനെ വരും. മനസ്സിലായല്ലോ? ഇനി ഇപ്പോ മാദിയിലെ 14 രൂപങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കതബ കതബ കതബു, കതബത് കതബത കതബ്ന, കതബത കതബതുമ കതബതും, കതബതി കതബതുമ കതബതുന്ന, കതബതു കതബ്ന. അങ്ങനെ പറഞ്ഞു. ഇനി നേരെ ഇതിന്റെ മുളാരിഅ നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ നേരെ മുളാരി എവിടെ? ഞാൻ അയച്ച വാട്സപ്പിൽ വിട്ടു തന്നിരുന്ന അതിൽ തന്നെ മുളാരിന്റെ വേറെ ചാർട്ട് വരുന്നുണ്ട്. കതബ എന്നതിന്റെ നേരെ മുളാരി ആണ് യക്തുബു. കണ്ടല്ലോ, സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. ഈ യക്തുബുവിന്റെ 14 രൂപങ്ങളാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 14 കള്ളികൾ കാണാം ഈ ഷെയ്ഡ് ചെയ്തതിൽ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 കള്ളികൾ ഉണ്ടല്ലോ. ഈ 14 കള്ളികളിൽ ആദ്യത്തെ 3 കള്ളികൾ എന്താണ്? റായിബാണ്. അവസാനത്തെ കള്ളിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ആദ്യത്തെ 6 കള്ളികൾ, ചെറിയ 6 കള്ളികൾ, യക്തുബു യക്തുബാനി യക്തുബൂന, തെക്തുബു തെക്തുബാനി യക്തുബിന, അതെന്താണ്? റായിബാണ്. മുളാരിയിലെ റായിബായ 6 പദങ്ങളാണ്. ഓക്കെ. ഇതിൽ ആദ്യത്തെ 3 മുദക്കറും ശേഷമുള്ള 3 മുഅന്നസും. അതവിടെ കള്ളികളിലായിട്ട് കാണാം. ഇതാ ഈ കള്ളികളിൽ മുദക്കറായ കള്ളികളാണ് ഏതൊക്കെ? യക്തുബു യക്തുബാനി യക്തുബൂന എന്നുള്ളത്. ഈ ഗായിബിലെ മുഅന്നസായ പദങ്ങളാണ് ഏതൊക്കെ? തെക്തുബു തെക്തുബാനി യക്തുബുന എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത 6 കള്ളികളിലുള്ളത് ഇവർ തെക്തുബു തെക്തുബാനി തെക്തുബൂന, തെക്തുബീന തെക്തുബാനി തെക്തുബുന. ഇവരാരാണ് എന്നതാണ് അവസാനത്തെ കള്ളി പറയുന്നത്. അൽ മുഖാത്തബു. മുളാരിയിലെ മുഖാത്തബിന്റെ പദങ്ങളാണ് ഈ 6. ഈ 6 ആദ്യത്തെ 3 പേര് മുദക്കറാണ്. അതൊക്കെ ആദ്യത്തെ 3 പേര് എന്ന് പറഞ്ഞാൽ തെക്തുബു തെക്തുബാനി തെക്തുബൂന, ഇവരാരാണ്? മുദക്കറാണ്. എന്നാൽ പിന്നീട് പറയുന്ന തെക്തുബീന തെക്തുബാനി തെക്തുബുന, ഇവരാരാണ്? ഈ മുഖാത്തബിന്റെ പദങ്ങളിലെ മുഅന്നസിന്റെ പദങ്ങളാണ് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. പറഞ്ഞു. അവസാനത്തിൽ വരുന്ന 2 പേർ അക്തുബു നെക്തുബു, ഇവരാരാണ്? മുതകല്ലിമാണ്. സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്നവർ. ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്നു. അക്തുബ് എന്നുള്ളത് മുഫ്രദാണ്, നെക്തുബ് എന്നുള്ളത് മുസന്ന ജംആണ്. ഒരാൾ സ്വന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്തുബ് എന്ന് പറയും. 2 പേർ അവരെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ അവരെ കുറിച്ച് സ്വന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നെക്തുബ് എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം, മാദിയിൽ മാറ്റങ്ങളൊക്കെ വരുന്നത് പദത്തിന്റെ അവസാനത്തിലായിരിക്കും. പദത്തിന്റെ അവസാന സ്ഥലങ്ങളിലായിരിക്കും. മുളാരി ആണെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് പദത്തിന്റെ തുടക്കത്തിലായിരിക്കും. യാ കണ്ടല്ലോ ഇവിടെ, യക്തുബു യാ. പിന്നെ അതിന്റെ മുസന്നയാകുമ്പോൾ യക്തുബാനി, ജംആകുമ്പോൾ യക്തുബൂന. അങ്ങനെ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ മുദക്കർ മുഅന്നസ് ആകുന്നതിലുള്ള മാറ്റവും അതുപോലെ ഗായിബ് മുഖാത്തബ് ആകുന്നതിലുള്ള മാറ്റവും ഒക്കെ വരുന്നത് എവിടെയാണ്? മുളാരിയിലെ തുടക്കത്തിലെ അക്ഷരങ്ങളിലായിരിക്കും. യാ ത ആയി മാറും. പിന്നെ മുതകല്ലിമിലേക്ക് എത്തുമ്പോ ത എന്നുള്ളത് ഹംസയായി മാറും. അക്തുബു എന്ന രൂപത്തിൽ ഹംസയായി മാറും. മുതകല്ലിമിലെ മുസന്ന ജംഅ മുതകല്ലിമാണെങ്കിൽ നക്തുബു എന്ന് നൂനായി മാറും. ഇങ്ങനെ വരും. ഓക്കെ. ഇതൊക്കെ ചാർട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കണം. വ്യത്യസ്ത ഉദാഹരണങ്ങൾ ഇതുപോലെ ചാർട്ടിലാക്കി നമുക്ക് എഴുതാനൊക്കെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഒരു വർക്കായിട്ട് ഞാനൊരു ചാർട്ട് ഫില്ല് ചെയ്യാൻ തരും. അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിലും ഉണ്ടാവും വർക്ക് തന്നത്. അതൊക്കെ നമ്മൾ തന്നെ എഴുതി 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 എന്ന് തെറ്റുകൂടാതെ എഴുതി പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്.
അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3 സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.